അടിപൊളി, സൂപ്പർ, അടിപൊളി. തിരക്കിട്ടില്ല. എന്റെ സാങ്കേതികമായിട്ടല്ല ഞാൻ പറയുന്നത്, നല്ല സിനിമയാണ്. അടിപൊളി, നല്ല മൂവി. പടം സൂപ്പർ, കൊള്ളാം. സൂപ്പർ, കൊള്ളാം. നന്നായിട്ട്, നല്ല പടം. നല്ല പടമാണ്. സാധാരണക്കാർക്ക് കണ്ടിരിക്കാനും എല്ലാം അറിയാനും മനസ്സിലാക്കാനും പറ്റിയൊരു സിനിമ. സൂപ്പർ 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 സൂപ്പറായിട്ട്, സൂപ്പറായിട്ട്. കുഴപ്പമില്ല, അടിപൊളി, നന്നായിട്ടുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ച് ഇരുത്താൻ പറ്റുന്നുണ്ട്. പിന്നെ സാങ്കേതികമായിട്ടുള്ള ചെറിയ ചെറിയ അത് നമുക്ക് ക്ഷമിച്ച് കളയാം, കാരണം അത്രയും സൂപ്പറാണ്. കുഴപ്പമില്ല, അടിപൊളിയാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സമകാലിക പ്രശ്നങ്ങളെ വിലയിരുത്താൻ പറ്റി. സൂപ്പർ, അടിപൊളി, 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 അടിപൊളി. അടിപൊളി, അടിപൊളി, നല്ല പാട്ട്. അടിപൊളി, സൂപ്പർ, സൂപ്പർ, നന്നായിട്ട്, നല്ല പടം, നല്ല പടം. അടിപൊളി, സൂപ്പർ. നമ്മുടെ നാടിന്റെ മക്കളുടെ സിനിമയല്ലേ. അടിപൊളി, അടിപൊളി. എന്ത് പറയാനാ, നമ്മളെ എല്ലാവരുടെയും ഇതിൽ അഭിനയിച്ച ഓരോരുത്തരുടെയും ഒരു സ്വപ്നമായിരുന്നു ഈ ഫിലിം. വളരെ ലോ ബഡ്ജറ്റിലായിട്ട് ചെയ്ത് അവരെ സ്വപ്ന സാക്ഷാത്കാരം പൂർത്തീകരിച്ചു. വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കാണുക. താങ്ക് യു. അടിപൊളിയാണ്, അടിപൊളി, നന്നായിരുന്നു. അടിപൊളി, സൂപ്പറായിരുന്നു. അടിപൊളിയായിട്ടുണ്ട് സിനിമ, നന്നായിട്ടുണ്ട്. അടിപൊളി, നല്ല സിനിമ. പ്രവാസികൾക്ക് നല്ലൊരു മെസ്സേജുള്ളൊരു ഫിലിമാ. പ്രവാസികൾക്ക് നല്ലൊരു മെസ്സേജുള്ള ഒരു വീഡിയോ ഇതാണ്, സിനിമയാണ്. 2 മണിക്കൂർ നല്ലോണം കണ്ടിരിക്കാൻ പറ്റും. ഏതായാലും വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മളൊക്കെ സിനിമയിൽ ചെറിയ ചെറിയ റോളുകളൊക്കെ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ വലിയ സിനിമയ്ക്ക് പുറകെ പോയിട്ട് കുറേ വർഷങ്ങളായിട്ട് ഒരു റോള് പോലും അഭിനയിക്കാൻ അവസരം കിട്ടാതിരുന്ന് അവസാനം നിങ്ങളുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും അനുഗ്രഹവും സപ്പോർട്ടോടു കൂടി
ഒരു ചെറിയ സിനിമ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളൊരു ആഗ്രഹത്തിന്റെ മുകളിലാണ് ഇങ്ങനെ ഒരു സിനിമ പിറവിയെടുത്തത്. ഏതായാലും അത് വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിച്ച് തിയേറ്ററുകളിൽ എത്തിക്കാൻ സാധിച്ചു. ഈ നാട്ടിലുള്ള എല്ലാ കലാസ്നേഹികളുടെയും സപ്പോർട്ട് ഉണ്ടെന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇന്ന് ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന എല്ലാ ആളുകളോടും നന്ദി അറിയിക്കുകയാണ്. ഈ മെൻവഴി തനിവഴിക്ക് വേണ്ടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും ഒരുപാട് സിനിമകൾ ഇനിയും ഇതുപോലെ പിറവിയെടുക്കും. ഞങ്ങൾക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ട്. ഈ ഒരു ഓഡിയൻസ് ഞങ്ങൾക്ക് അതിനുള്ള ധൈര്യം തരുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ ആളുകളോടും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. നിങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പാട് സഹിച്ച് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നത്. അപ്പൊ എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട് ഈ ഒരു സന്തോഷത്തിൽ നമ്മൾ ചെറിയൊരു മധുരം പങ്കിടുകയാണ്. അതിൽ പങ്കെടുത്തതിന് ശേഷം മാത്രമേ എല്ലാവരും പിരിഞ്ഞു പോകാവൂ. ഞാൻ ഫോട്ടോ എടുക്കണത് വീഡിയോ നമസ്കാരം, എൻ്റെ പേര് ശോഭിത്ത്. നമ്മുടെ എൻവഴി തനിവഴി എന്ന സിനിമയിൽ നായകന്റെ സുഹൃത്തായിട്ടുള്ള മിഥുൻ എന്ന ക്യാരക്ടറാണ് ചെയ്തത്. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം നമുക്കൊക്കെ അറിയാം, ഒരു സിനിമയിൽ ഒരു ചെറിയൊരു സീനിലെങ്കിലും അഭിനയിക്കുക എന്നുള്ളത് എല്ലാ ആളുകളുടെയും മോഹമാണ്. അപ്പോൾ നമ്മളൊക്കെ സിനിമയുടെ പുറകെ ഓടാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 20 വർഷം കഴിഞ്ഞു. അന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ സമയം മുതൽ ഓഡിഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സിനിമയുടെ ഭാഗമായിട്ടുണ്ടെങ്കിൽ പോലും നമ്മളെ ഒരു മുഖം ആ ഒരു സ്ക്രീനിൽ നമ്മുടെ സുഹൃത്തുക്കളെ കൂട്ടി തിയേറ്ററിൽ പോകുന്ന സമയത്ത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. ഞാനിവിടെ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചു. അവിടെ ഒരു സീനിൽ പോലും മുഴുവനായിട്ട് നിൽക്കാനോ ഒരു ഡയലോഗ് പറയാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല. അങ്ങനെ സിനിമാ മോഹമായിട്ട് നടക്കുന്ന സമയത്താണ് പി ജെറിൻ എന്ന് പറയുന്നുള്ള കണ്ണൂർക്കാരൻ ഞങ്ങളുടെ സുഹൃത്ത് വലയത്തിലേക്ക് എത്തുന്നത്. 12 വർഷക്കാലം സിനിമാ മോഹമായിട്ട് നടക്കുന്ന അദ്ദേഹവും കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമിലൂടെ ഒരുപാട് എപ്പിസോഡുകളിൽ നമ്മുടെയൊക്കെ വിസ്മയിപ്പിച്ച ഒരു പറ്റം കലാകാരന്മാരും നാട്ടിലുള്ള സിനിമാ മോഹികളായിട്ടുള്ള കലാകാരന്മാരും കൂടി ചേർന്ന സമയത്താണ് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായത്. അപ്പം 1.5 ലക്ഷം കൊണ്ട് ഒരു 1.5 സിനിമ എന്നാണ് ഈ സിനിമക്ക് ഇതിന്റെ ക്യാപ്ഷൻ. എല്ലാ ആളുകളും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഈ ഒരു 1.5 ലക്ഷം കൊണ്ട് 1.5 സിനിമ ഈ ഒരു സിനിമ നിർമ്മിച്ചത്. നമുക്കറിയാം, ഒരു സിനിമയുടെ പ്രൊഡക്ഷനിൽ ഏറ്റവും കൂടുതൽ പണം ചെലവാകുന്നത് ആർട്ടിസ്റ്റുകളെ പേയ്മെന്റ്, അതുപോലെ തന്നെ ആർട്ട് വർക്കിനൊക്കെയാണ്. നമ്മൾ ഈ സിനിമ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയിട്ടുള്ള ആളുകളിൽ ഒരാൾ പോലും പേയ്മെന്റ് വാങ്ങാതെ അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചെലവുകൾ മാത്രമാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ചെലവാക്കിയത്. ഇതിന്റെ ഡയറക്ഷൻ, അതുപോലെ തന്നെ എഡിറ്റിങ്, കളറിങ്, ഗ്രേഡിങ് തുടങ്ങിയ ഒരു സിനിമയിൽ അത്യാവശ്യ ഘടകങ്ങളായിട്ടുള്ള 12ഓളം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഡയറക്ടറായിട്ടുള്ള ജെറിനാണ്. അതുപോലെ തന്നെ ഹസീബ് പൂനൂരാണെങ്കിലും ഓരോ ആർട്ടിസ്റ്റുകളാണെങ്കിലും അവരുടേതായിട്ടുള്ള മേഖല അത് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും അത്രത്തോളം വൃത്തിയായിട്ട് ചെയ്തു. പാട്ടുകൾ എഴുതിയതും മ്യൂസിക് ചെയ്തതും പാടിയതും, അതുപോലെ തന്നെ ഈ സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തതും മറ്റൊരു നല്ലൊരു റോള് ചെയ്തതും ഹസീബാണ്. അതുപോലെ എൻ്റെ കാര്യമാണെങ്കിലും നമ്മളൊക്കെ തന്നെ നമ്മളെ കഴിയുന്ന കാര്യങ്ങളൊക്കെ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സിനിമ ഉണ്ടാവുന്ന സമയത്ത് ആ സിനിമ ഉണ്ടാക്കിയാൽ പോരാ, പക്ഷെ അതൊരു തിയേറ്ററിൽ എത്താൻ വേണ്ടിയിട്ടും തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാലും ആളുകളെ, അത് ഈ പ്രേക്ഷകരായിട്ടുള്ള ആളുകളെ സപ്പോർട്ട് വേണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുപാട് ഭാഗ്യം ചെയ്ത ആളുകളാണ്. കാരണം നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് തിയേറ്ററിൽ ഒരു ഹൗസ്ഫുൾ ഷോ നമുക്ക് പ്രദർശിപ്പിക്കാൻ പറ്റി. തുടർന്നുള്ള ദിവസങ്ങളിലും അങ്ങനെ തന്നെ ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മളോട് ഇഷ്ടമുള്ള ആളുകൾ, നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ, എല്ലാ ആളുകളും ഈ ഒരു സിനിമ വന്ന് കാണാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇനിയും ഈ ഒരു സിനിമ കാണാത്ത ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതൊരു തുടക്കമാണ്, ഞങ്ങളൊരു പ്രതീക്ഷയാണ്. നിങ്ങളിലേക്ക് ഞങ്ങൾ ഈ ഒരു സിനിമ മുന്നോട്ട് വെക്കുന്നത് വരുന്ന ആളുകൾക്ക്, ഇനിയും തുടർന്ന് വരുന്ന ആളുകൾക്കുള്ള ഒരു പ്രചോദനമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ സിനിമ വിജയിപ്പിക്കുക. വരുന്ന ആളുകളിലേക്ക്, ഇനി വരാൻ പോകുന്ന കലാകാരന്മാർക്കുള്ള ഒരു പ്രചോദനമാണ്. എൻവഴി തനിവഴിയുടെ
എല്ലാ ആളുകൾക്കും NY തൻവൈ ടീമിന്റെ നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഹലോ, നമസ്കാരം. എൻ്റെ പേര് അഖില. ബാലുശ്ശേരി തന്നെയാണ് വീട്. ഈ സിനിമയിൽ എൻവഴി തനിവഴിയിൽ നായകന്റെ ചേച്ചിയായിട്ടാണ് അഭിനയിച്ചത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഭയങ്കര ത്രില്ലിങ്ങിലാണ്. ഹൗസ്ഫുള്ളായിട്ട് ഫസ്റ്റ് ഷോ തന്നെ ഓടി. അതിൽ ഭയങ്കരമായിട്ട് അഭിമാനം തോന്നുന്നു. ചെറിയൊരു ലോ ബഡ്ജറ്റിൽ 1.5 ലക്ഷത്തിന് ഒരു പടം എടുക്കുക എന്ന് പറഞ്ഞാൽ അതന്നെ ഭയങ്കര സംഭവമാണ്. അതും ഒരു നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ജെറിൻ നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു ഓൾ. നമസ്കാരം, എൻ്റെ പേര് സന്ദീപ് ഗോപാൽ. അപ്പോൾ എൻ്റെ ക്യാരക്ടർ റോൾ ചെയ്യുന്ന 3ാമത്തെ സിനിമയാണ്. അപ്പോൾ ആദ്യം ഞാൻ സീൻ നമ്പർ 36 പറഞ്ഞ സിനിമത്ത് അപ്പാനി ശരത്ത്, അതുപോലെ കൈലാഷ്, നിർമ്മൽ പാലാഴി ഇവരൊക്കെ പടത്തിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്താണ്. അതിനുശേഷം ജോയ് മാത്യു സാറ് പടത്തിലും നല്ലൊരു വേഷം ഞാൻ ചെയ്തിട്ടുണ്ട്. നിഖിൽ മാധവ് സാറ് ഡയറക്റ്റ് ചെയ്ത പടമാണിത്, സ്വരം. അപ്പോൾ അതിനുശേഷം 3ാമത് ഇറങ്ങുന്ന എൻ്റെ സിനിമയാണ്. അപ്പോൾ ഇതിൽ ഒരു ബ്രാൻഡ് സെക്രട്ടറി അനീഷ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം വളരെ ഇമോഷണലായിട്ട്, അതായത് ഒരു പറ്റിക്കപ്പെട്ട ഒരു യുവാക്കൾക്ക് വേണ്ടി പോരാടുന്ന, എന്നാൽ ഭയങ്കര ഒരു മനുഷ്യസ്നേഹിയും വേണം പറയാം. കാരണം മനുഷ്യസ്നേഹി തന്നെയാണ്, മനുഷ്യസ്നേഹിയും അതുപോലെ തന്നെ അക്രമാസക്തനുമായ ഒരു കഥാപാത്രത്തെ ഞാൻ ചെയ്തത്. അപ്പോൾ നല്ലൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് തന്നതിന് ഈ സിനിമയുടെ ഡയറക്ടർ പി ജെറിന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം എത്ര അഭിനന്ദിച്ചാൽ മതിയാവില്ല. കാരണം വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു സിനിമയുടെ സ്കെയിലിനനുസരിച്ച് തന്നെ എല്ലാ ഫ്രെയിമുകളും ഷോട്ടുകളും കാര്യങ്ങളും കഥയും സന്ദർഭവും സാഹചര്യം വളരെ ഭംഗിയിലൊരുക്കിയ നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ പി ജെറിനും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം, എൻ്റെ പേര് ബിന്ദുബാല. ഞാൻ ഇതിൽ റിൻഡോയുടെ അമ്മയുടെ വേഷമാണ് എടുത്തിട്ടുള്ളത്. എൽസമ്മ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. പിന്നെ ഞാൻ ഇതിലേക്ക് എന്നെ സജസ്റ്റ് ചെയ്തത് ഹസീബിക്കയാണ്. ഹസീബ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ്, ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു ടച്ചിങ് ആയിട്ടുള്ളൊരു ഫിലിം വരിക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമായി, എക്സൈറ്റഡ് ആയി, ചെയ്യാൻ വേണ്ടി ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഞാൻ വേറെയും 3-4 ഫിലിം ചെയ്തിട്ടുണ്ട്. പുഷ്പാങ്കദന്റെ 1-ാം സ്വയംവരം, അതിൽ ഞാൻ മറിമായത്തിലെ ഉണ്ണിരാജ അദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്തു. പിന്നെ വിജയ് ബാബു സാറിൻ്റെ കൂടെ ഇപ്പോൾ അടുത്ത് റിലീസായിട്ടുള്ള വരുന്ന മദർ മേരി എന്ന് പറയുന്നൊരു സിനിമയിൽ അതിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ചേച്ചീൻ്റെ റോള് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു, അത് ചെയ്തു. അങ്ങനെ കുറേ ഫിലിം ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും തുടക്കം ഈ ഒരു ഫിലിമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഡബിങ് ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ കുറച്ച് ആഡൊക്കെ ചെയ്തിട്ടുണ്ട്, പരസ്യങ്ങൾ. ഈ സിനിമയിൽ ഞാൻ ഡബ് ചെയ്തിട്ടില്ല. ആ സമയത്ത് എനിക്ക് വേറൊരു ഫിലിമിൻ്റെ ഷൂട്ടായിരുന്നു, എനിക്ക് വരാൻ പറ്റിയില്ലായിരുന്നു. അല്ല, ത്രൂ ഔട്ട് ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. വേറെ അതെ, ആദ്യമായിട്ടാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും ഈ ഫിലിം കാണണം. നമസ്കാരം, എൻ്റെ പേര് സിദ്ദീഖ് കാവുമ്പുറം. ഞാൻ 8-9ഓളം ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വെബ് സീരിയലും അഭിനയിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എല്ലാം കൂടിയുള്ള എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ. കൂടാതെ ഹസീബ് പൂനൂർ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടും അതുപോലെ തന്നെ എൻ്റെ ഒരു കുടുംബവും ബന്ധത്തിൽപ്പെട്ട ഒരാളും. അപ്പോൾ അവൻ ക്ഷണിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഫിലിമിൽ വന്നത്. നായികയുടെ അച്ഛനായി അഭിനയിച്ചു. ഏതായിരുന്നാലും ഈ ബാലുശ്ശേരി തിയേറ്ററിൽ ആദ്യമായി നടന്ന ഈ ഷോ ഹൗസ്ഫുള്ളിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളെല്ലാ അഭിനയിക്കുന്ന ആളുകളെ വളരെ ശ്രദ്ധാപൂർവമുള്ള ഈ പ്രയത്നം കൊണ്ടാണ് എന്ന് മാത്രം പറയുന്നതോടൊപ്പം തന്നെ ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വെറും 1.5 ലക്ഷം രൂപയാണ്. ഈ 10-15 കോടി രൂപ മുടക്കിയിട്ടും ചെയ്തിട്ട് പെട്ടിയിൽ തന്നെ കിടക്കുന്ന പല പടത്തിൻ്റെ ഇടയിൽ ഒരു 5-10 തിയേറ്ററിൽ ഞങ്ങൾ ഇന്ന് ഈ 10-ാം തീയതി ഞങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കഴിവാണ്, ഞങ്ങളുടെ ശ്രമമാണ്. ഇങ്ങനെ നടത്താൻ കഴിയും. ഒരു ചെറിയ പൈസ കൊണ്ടും ചെറിയ ബഡ്ജറ്റിൽ പടം നടത്താൻ പറ്റും, പടം തിയേറ്ററിൽ ഓടിക്കാൻ പറ്റുമെന്ന് ജനങ്ങളെ കാണിക്കുക എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഇനിയും ബാക്കി അങ്ങോട്ടും ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം, എൻ്റെ പേര് ഫൈസൽ കേളോത്ത്. ഞാൻ ബാലുശ്ശേരി സ്റ്റേഷനിലെ ഒരു പോലീസുകാരനാണ്. ഈ സിനിമയിലേക്ക് വന്നു പറഞ്ഞാൽ പ്രധാന കാരണം ഹസീബ് പൂനൂർ എന്ന് പറഞ്ഞ ആ വ്യക്തിയാണ്. അങ്ങേരാണ് ഈ സിനിമയിൽ എത്തിച്ചത്. ഏതായാലും ഈ സിനിമയിൽ ഒരു ജോസേട്ടൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റി. എൻ്റെ അറിവും കഴിവും വെച്ച് എനിക്ക് ചെയ്യാവുന്നിടത്തോളം ഞാൻ ചെയ്തിട്ടുണ്ട്. ഏതായാലും വളരെ സന്തോഷം. ആകെ ഒരു പ്രയാസമുള്ള വെച്ചാൽ 2-3 പേര് നമ്മുടെ ഇതിൽ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ ഉറ്റ സുഹൃത്ത് എന്ന് പറയപ്പെടുന്ന അൻഷിദ് അമ്പായത്തോട്. അതിനെ ഈ അവസ്ഥയിൽ ഞാൻ
സ്മരിക്കുകയാണ്. എൻ്റെ പേര് ശ്രീജ പൂനൂര്. ഞാനിതിലൊരു ഗൾഫ് കൊണ്ടുവന്ന മോൻ്റെ അമ്മയായിട്ടാണ് അഭിനയിക്കുന്നത്. പിന്നെ എനിക്ക് ഇതിലേക്ക് ഒരു അവസരം തന്നത് നമ്മളെ ആസിഫിക്കാണ്. മറ്റു കുറച്ച് സീരിയലും അങ്ങനത്തെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ഞാൻ ചെയ്തു വരികയായിരുന്നു. പിന്നെ ആസിഫിക്കായിട്ട് നല്ലൊരു കണക്ഷനാണ്. പിന്നെ ഞങ്ങളെ നാട് തന്നെയായിരുന്നു. അപ്പം ഞങ്ങളെ നാട്ടിൽ തന്നെ ഒരു സിനിമ എടുക്കുമ്പോൾ അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുന്നു. നല്ലൊരു കഥാപാത്രം എനിക്ക് തന്നു. അത് എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. നന്നായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ഷനാൻ. ഈ സിനിമയിൽ ഒരു ഓട്ടോ ഡ്രൈവറായിട്ട് ചെറിയൊരു വേഷം ചെയ്യാൻ അവസരം തന്ന ജെറിൻ സാറിനും അപ്പോൾ അസീബിനും ശോഭിത്തിനും എല്ലാം നന്ദി പറയുകയാണ്. എന്നാലും നല്ലൊരു സിനിമയാണ്, നല്ലൊരു വിജയമാണ്. എല്ലാം സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ പേര് വിനീഷ്. ഞാൻ ഇതിനകത്ത് ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്, നായികയുടെ ആങ്ങളെയൊക്കെ ആയിട്ട്. പിന്നെ ഇതിനകത്തോട്ട് വരുന്നത് അഭിലാഷ് ഏട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇതിനകത്തോട്ട് വരുന്നത്. പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ആകാനും ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എന്തിപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഇപ്പോൾ. കാരണം ഇതൊന്നും മുഖം കാണിക്കാൻ പറ്റുമെന്ന് പോലും പ്രതീക്ഷിക്കുന്നതല്ല. എന്തായാലും വരാൻ പറ്റിയൊരു വളരെ സന്തോഷം. അസോസിയേറ്റ് ഡയറക്ടർ. കുറെ നാൾ ആഗ്രഹം ഉണ്ടായിരുന്നു, പിന്നെ പെട്ടെന്നൊരു ചാൻസ് ഇങ്ങനെ വന്നതാണ്. ഇതാണ് ഇങ്ങനെ തീരാന് കുറച്ച് നാൾ അധികം എടുത്ത്. നമ്മള് ഒഴിവ് ദിവസങ്ങളിലാണ് ഷൂട്ട് വരുന്നത്. അപ്പൊ അതിന് എല്ലാവരും ജോലി കണക്കാക്കിയിട്ടൊക്കെയാണ് വരിക. അപ്പൊ അതിന് അയ്യോ ഒന്നും പറയണ്ട, അടിപൊളി. അത് നമ്മള് എക്സ്പീരിയൻസ് നമ്മള് അനുഭവിക്കണം, അവിടെ ഇരുന്ന് അനുഭവിക്കണം. കാരണം നമ്മൾ വിഷ്വല് കാണുന്നതിനപ്പോൾ നമ്മൾ ഇത് വേണ്ടി കഷ്ടപ്പെട്ടതാണ് നമ്മളെ മനസ്സ് വരിക. നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയത്. ഓരോ സീനുകളൊക്കെ ആണെങ്കിലും ഒരു സീന് തന്നെ കുറേ എടുത്തിട്ടൊക്കെയാണ്. അപ്പം എന്നാലും അത്രയും കഷ്ടപ്പാട് നമ്മൾ സഹിച്ചിട്ടാണ്. അപ്പം അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന അതാണ് വരിക. ആദ്യം ആ ഒരു കഷ്ടപ്പാടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഒരുപാട് സമയം വഴി ഒരു 3 മണി 4 മണിയൊക്കെ വെളുപ്പിനും 2 ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഷൂട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളങ്ങനെ ഉണ്ടെങ്കിൽ പോലെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് ചെറുതല്ല. എല്ലാവരും കാണുക. കാരണം നമ്മളൊരു സീൻ കാണുമ്പോൾ വിചാരിക്കും സിമ്പിൾ ആണല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്, ഒത്തിരി കഷ്ടപ്പാടുണ്ട്. നമ്മളിപ്പോൾ വിലയിരുത്തുമ്പോഴൊക്കെ ആണേലും നമ്മൾ ഒരു എന്താ പറയുക പറയാൻ പറ്റണില്ല. വളരെ സന്തോഷമുണ്ട്. നമസ്കാരം, എൻ്റെ പേര് ജോബിൻ ലോഹി എന്നാണ്. ഞാൻ ഈ ചിത്രത്തിലെ ചെറിയൊരു ഭാഗമാകാൻ കഴിഞ്ഞത് തന്നെ വലിയ സന്തോഷത്തിലാണ്. കാരണം മലയാള സിനിമയിൽ 1.5 ലക്ഷം മുടക്കിയിട്ട് ഇത്രയും വലിയൊരു സിനിമ തിയേറ്ററിൽ കേരളത്തിൽ തന്നെ മെയിൻ സിറ്റികളിലൊക്കെ തിയേറ്ററിൽ ഇറക്കാൻ പറ്റിയത് തന്നെ ഈ സിനിമേൻ്റെ അണിയറ പ്രവർത്തകർ ഞങ്ങളൊക്കെ വിജയിച്ചു തന്നെയാണ് കരുതുന്നത്. പടം എത്ര ദിവസം ഓടുക എന്നുള്ളതല്ല. കാരണം ഇത്രയും ലോ ബഡ്ജറ്റിൽ 1.5 ലക്ഷം രൂപ മുടക്കി ഒരു ചിത്രം ഇറക്കി അത് തിയേറ്ററിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ വിജയിച്ചു. ഇനി സിനിമ മുന്നോട്ട് പോകേണ്ടതും കാര്യങ്ങളൊക്കെ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ ഇറക്കിയാണ്, അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കും അറിയാം. പക്ഷേ സിനിമ വിജയിപ്പിക്കും എന്നുള്ള വിശ്വാസം തന്നെയാണ് ഞങ്ങൾ. വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു നിമിഷത്തിൽ. കാരണം ഞങ്ങളൊക്കെ സിനിമ ആഗ്രഹമായിട്ട് വർഷങ്ങളായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരുന്നത്. ആ വലിയ സ്ക്രീനിൽ മുഖം ഒന്ന് തെളിയുന്ന ആ നിമിഷം അത് വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഒരുപാട് സന്തോഷം. ഇന്ന് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആളുകളുടെ പ്രതികരണവും അതേപോലെ തന്നെ നമ്മളോട് അഭിപ്രായമൊക്കെ പറയുന്ന സമയത്ത് വളരെയധികം സന്തോഷം തോന്നുന്നു.